റിപ്പോർട്ടോടെ പോലീസ് ഷെറി പൂർണ്ണമാകുന്നു. ക്രൈം വാർത്തയുടെ സമഗ്ര ചിത്രവുമായി പോലീസ് ഷെറി നാളെ ഉച്ചയ്ക്ക് 2:30 കാണാം. നന്ദി. ലോകായുക്ത ബില്ലിൽ സർക്കാർ നിലപാടിന് വിജയം. നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ഭവന്റെ തീരുമാനമനുസരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബില്ലിൽ ഒപ്പുവെക്കും. സർക്കാർ ഗവർണർ പോര് രൂക്ഷമാക്കിയത് ലോകായുക്ത ബിൽ. ഹിമാചൽ പ്രദേശിൽ സർക്കാരിനെ നിലനിർത്താനുള്ള നീക്കത്തിനിടെ കോൺഗ്രസിന് ആശ്വാസം. രാജിയിൽ നിലപാട് മയപ്പെടുത്തിയ പ്രമുഖ നേതാവ് വിക്രമാദിത്യ സിംഗ്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുമെന്ന് പ്രഖ്യാപനം. AICC നേതൃത്വത്തിനെതിരെ പ്രതിഭാ സിംഗ്. സർക്കാർ രൂപീകരണ സമയത്ത് ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി വേണമെന്നാവശ്യം. 15 BJP MLA-മാരുടെ സസ്പെൻഷനിടെ ബജറ്റ് പാസാക്കി സർക്കാർ. ജാർഖണ്ഡിൽ ട്രെയിനിടിച്ച് 12 പേർ മരിച്ചെന്ന് സൂചന. അപകടമുണ്ടായത് ജംതാരയിലെ കലജ്ഹാരിയ റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിനിന് തീപിടിച്ചെന്ന അഭ്യൂഹത്തെ തുടർന്ന് പുറത്തേക്ക് ചാടിയവരെ മറ്റൊരു ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചെന്ന് റിപ്പോർട്ടുകൾ. വിശദീകരണവുമായി റെയിൽവേ. മരിച്ചവർ യാത്രക്കാരല്ലെന്നും ട്രാക്കിലൂടെ നടന്നുപോയവരെന്നും ഈസ്റ്റ് റെയിൽവേ. അന്വേഷണത്തിന് 3-അംഗ സമിതി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 6 പേർ അറസ്റ്റിൽ. കേസിൽ 18 പ്രതികൾ. വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് SFIയുടെ പരസ്യ വിചാരണ എന്ന് പോലീസ്. കുറ്റക്കാർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയാണ് SFI എന്ന് KSU. പത്തനംതിട്ട മൗണ്ട് സിയോൺ കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച DYFI നേതാവിനെ പുറത്താക്കി. മാനേജ്മെന്റിന്റെ ഗൂഢാലോചനയെന്ന് ജെയ്സൺ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മലപ്പുറത്ത് TT മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും. മണ്ഡലമാറ്റത്തിന്റെ കാരണം വിശദീകരിക്കാതെ നേതാക്കൾ. 3-ാം സീറ്റ് ആവശ്യത്തിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്തത് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് ഉറപ്പിന്മേൽ. ലീഗ് സ്ഥാനാർത്ഥി നിർണയം നടന്നത് AKG സെന്ററിൽ എന്ന് BJP. ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി പ്രതിപക്ഷ നേതാവ്. അഭ്യൂഹം മാത്രമെന്ന് VD സതീശൻ. NDAയിൽ 4 സീറ്റ് ആവശ്യപ്പെട്ട് BD JS. പ്രചാരണം സജീവമാക്കി LDF സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് ഇന്നും വന്യജീവി ആക്രമണം. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ വഴിയോരക്കട തകർത്ത് പടയപ്പ് എന്ന കാട്ടാന. പത്തനംതിട്ട കലഞ്ഞൂരിൽ പുലി പശുവിനെ ആക്രമിച്ചു. വന്യമൃഗശല്യം നേരിടുന്നതിൽ സർക്കാരിന് അലംഭാവമെന്ന് ഇടുക്കി അതിരൂപത വൈദിക സമിതി. സംസ്ഥാനത്ത് 1-ാം ക്ലാസ് പ്രവേശനം 5-ാം വയസ്സിൽ തന്നെയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. നിലപാടിൽ മാറ്റമില്ല. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം. കടുത്ത ചൂട് കണക്കിലെടുത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്രമീകരണം. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കരുത് എന്ന ആവശ്യം പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് RC ബുക്ക് കാലതാമസത്തിന് പരിഹാരമാകുന്നു. കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഔദ്യോഗിക വസതിയുടെ അവസ്ഥ പരിതാപകരമെന്ന് മുഖ്യമന്ത്രി. ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി ശല്യം രൂക്ഷം. ഈ പറഞ്ഞത് വേറെ എന്തെങ്കിലും കേട്ട അനുഭവമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ ഈ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പട്ടി മൂത്രം വന്നുപോയി. അങ്ങനത്തെ അവസ്ഥ. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിച്ചതായി ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. സെൻസർ ബോർഡ് ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ. പ്രേക്ഷകരുടെ പ്രായത്തിന് യോജിക്കുന്നതനുസരിച്ച് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ. ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കും. കരട് വിജ്ഞാപനത്തിൽ മറ്റന്നാൾ വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. ശ്രേയസ് അയ്യരും വിഷാൻ കിഷനും BCCI വാർഷിക കരാറിൽ നിന്ന് പുറത്ത്. നടപടി BCCI നിർദ്ദേശം അവഗണിച്ച് രഞ്ജി ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നതോടെ സഞ്ജു സാംസൺ ഗ്രേഡ് Cയിൽ തുടരും. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിനാണ് അംഗീകാരം ലഭിച്ചത്. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ ഷഫീദ്, സർക്കാർ നിലപാടിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്?
രമേശ്, നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ ഇപ്പോൾ ഏറ്റവും രൂക്ഷമാക്കിയ ഒന്നായിരുന്നു ഈ ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ പിടിച്ചുവെച്ച സംഭവം. അങ്ങനെ 7 ബില്ലുകളായിരുന്നു ഗവർണർ ആദ്യഘട്ടത്തിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ചിരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലായിരുന്നു. പിന്നാലെ ഇത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ഈ ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് വിടുകയായിരുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ബില്ലിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിക്കും. ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തലസ്ഥാനത്ത് തുടരാനാകും. നേരത്തെ നമുക്കറിയാം KT ജലീലിന് പദവി ഒഴിയേണ്ടി വന്ന സാഹചര്യം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ ലോകായുക്ത ബില്ലായിരുന്നു. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ രാഷ്ട്രീയമായി പ്രതിപക്ഷമടക്കം ഉയർത്തിയതാണ്. രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ ഇത് ഗവർണർക്ക് തിരിച്ചടിയും സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടവുമായി മാറുന്നുണ്ട്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അധികാരം അതില്ലാതാകും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരെ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഏതായാലും മാസങ്ങളായി തുടരുന്ന സർക്കാർ ഗവർണർ പോരിൽ ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം അത് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കലങ്ങിമറിഞ്ഞ് ഹിമാചൽ. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് കലഹിച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച വിക്രമാദിത്യ സിംഗ് നിലപാട് മയപ്പെടുത്തി. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരെ കാത്തിരിക്കാമെന്ന് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJP തന്ത്രത്തിന് മറുപടിയായി 15 പ്രതിപക്ഷ MLA-മാരെ അച്ചടക്ക നടപടിയുടെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ശബ്ദ വോട്ടോടെ ബജറ്റ് പാസാക്കി. സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്ന് BJP ആരോപിച്ചു. BJPയുടെ അവിശ്വാസ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് വിക്രമാദിത്യ സിംഗിന്റെ രാജിപ്രഖ്യാപനം കോൺഗ്രസ് സർക്കാരിന് ഇരട്ടി തലവേദനയായത്. വിമതരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ DK ശിവകുമാർ, ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഭൂപേഷ് ബാഗേൽ തുടങ്ങിയവർ ഷിംലയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാക്കുന്നുവെന്നും തൽക്കാലം സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നും വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. मैंने ये कहा है क्योंकि हमने वार्तालाप हमने ऑब्जर्वर्स के साथ करी है और ऑब्जर्वर्स के साथ जो वर्तमान परिस्थितियां बनी हुई है उसके बारे में उनको जानकारी दी है. इसलिए जब तक इसका निर्णय नहीं लिया जाता तब तक मैं अपनी रेजिग्नेशन को प्रेस नहीं करूंगा. സർക്കാർ രൂപീകരണത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിന് 1 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ലെന്ന് വിക്രമാദിത്യ സിംഗിന്റെ മാതാവും കോൺഗ്രസ് MPയുമായ പ്രതിഭ സിംഗ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഇക്കാര്യം സുഖ്വിന്ദർ സിംഗ് സുഖു തന്നെ തള്ളി. हमने उनके खिलाफ डिस्क्वालिफिकेशन मोशन भी लाया है और जिसकी सुनवाई चल रही है. मैं एक बात और कहना चाहता हूँ, लोकतंत्र में हमेशा सत्यमेव जयते होता है. सत्य की जीत हुई है. കോൺഗ്രസിന്റെ 6 MLA-മാരെയും 2 സ്വതന്ത്രരെയും മറുകണ്ഠം ചാടിച്ച് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്നറിയിക്കാൻ ഗവർണറെ കണ്ട BJPക്ക് കോൺഗ്രസ് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 BJP MLA-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ ബഹളം വെച്ചതിന്റെ പേരിലാണ് നടപടി. ഇതോടെ നിയമസഭയിൽ BJPയുടെ അംഗസംഖ്യ 10 ചുരുങ്ങി. പ്രതിപക്ഷ MLA-മാരുടെ ബഹളത്തിനിടെ ബജറ്റ് ശബ്ദവോട്ടോടെ പാസാക്കി. അതേസമയം 6 വിമത MLA-മാരും സ്പീക്കറെ കണ്ട് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല എന്ന് അറിയിച്ചു. നടപടിയിൽ സ്പീക്കർ തീരുമാനമെടുത്തിട്ടില്ല. 24 ഡൽഹി.